ശരണ്യയുടെ ആഡംബരക്കാർ കണിമംഗലം തറവാട്ടിന്റെ മുറ്റത്തേക്ക് ഒരു വല്ലാത്ത ഇരുമ്പിലോടെ വന്നു നിന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ പൂമുഖത്തിരുന്ന സീതാലക്ഷ്മി അത് ശരണ്യാണെന്ന് ഉറപ്പാക്കിയിരുന്നു. പക്ഷേ അവർ ഒന്ന് തല പോലും ചെരിച്ചു നോക്കിയില്ല. മനസ്സിന്റെ കോണിൽ ഒരു കനലെരിയുന്നത് അവർ അറിഞ്ഞിരുന്നു. ഇനി എന്തിനാ ഒന്ന് നോക്കുന്നത് അവളെ? ഒന്നിനും ഒരു മാറ്റവുമില്ല അവൾക്ക്. അവർ സ്വയം പിറുപിറുത്തു. തൻ്റെ മകൻ വസുദേവന്റെ സ്നേഹം കൊണ്ടാണോ അതോ മറ്റെന്തെങ്കിലും തന്ത്രം കൊണ്ടാണോ ശരണ്യ വസുദേവനെ വശത്താക്കിയതെന്ന് സീതാലക്ഷ്മിക്ക് അന്നും ഇന്നും ഒരു നിശ്ചയവുമില്ല. തൻ്റെ മകനെ വെറുമൊരു മരപ്പാവയെ പോലെ കൈവെള്ളിൽ വെച്ച് കളിപ്പിക്കുകയാണ് അവൾ. വസുവിന് ഇപ്പോൾ സ്വന്തമായി നിലപാട് പോലുമില്ല. അവൾ പറയുന്നതാണ് വേദവാക്യം. സ്വന്തം മകൻ ഇങ്ങനെ ഒരു യന്ത്രമായി മാറിയത് കാണുമ്പോൾ ഒരമ്മയുടെ ഉള്ളം വിങ്ങുന്നത് സ്വാഭാവികമായും അവർക്കുമുണ്ടായിരുന്നു. മുറ്റത്ത് കാർ വന്ന് നിന്നിട്ടും അവർ അകത്തേക്ക് കയറി വരുന്നത് കാത്തു നിൽക്കാൻ സീതാലക്ഷ്മി തയ്യാറായിരുന്നില്ല. അടുക്കളയിൽ പോയി സഹായിക്കാനോ വീട്ടിലെ കാര്യങ്ങൾ ഒന്ന് തിരക്കാനോ അവൾക്കും നേരമില്ല. എപ്പോഴും ആ ഫോണും പിടിച്ചാണ് ഇരിപ്പ്. ഇതിനിടയിൽ തൻ്റെ ഈ വയ്യാത്ത കാലം വെച്ച് പണിയെടുത്തുണ്ടാക്കുന്നത് അവളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കുകയും വേണം. ഇനി എനിക്ക് വയ്യ അതിനൊന്നും. വിശക്കുമ്പോൾ അവൾ വന്ന് കഴിച്ചോട്ടെ, അവർ സ്വയം പിറുപിറുത്തു. സീതാലക്ഷ്മി കസേരയിൽ മുറുക്കി പിടിച്ചു. അവളുടെ അച്ഛന് വലിയ ഹോസ്പിറ്റലും കൺസ്ട്രക്ഷൻ കമ്പനികളും അതിന് അഹങ്കാരമാണ് അവൾക്ക്. മൂദേവി. പണത്തിൻ്റെ തിളക്കത്തിൽ അവൾക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കാണാൻ കഴിയുന്നില്ല. ആ അഹങ്കാരമാണ് ഈ തറവാടിൻ്റെ ആവശ്യം പോലും കടുത്തത്. ഈ സങ്കടങ്ങൾക്കിടയിലും സീതാലക്ഷ്മിയുടെ മനസ്സിൽ കുളിർമയുള്ള ഒരോർമ്മയുള്ളൂ, ദേവശ്രീ. അവൾ ഈ വീട്ടിലേക്ക് വന്ന ശേഷമാണ് സീതാലക്ഷ്മിയുടെ കാലുവേദന പോലും ഒന്ന് കുറഞ്ഞത്. വീട്ടിൽ വേലക്കാരി ഉണ്ടെങ്കിലും തൻ്റെ കൈപുണ്യത്തോടെ ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം എല്ലാവരുടെയും മുഖത്ത് കാണാം. അത് ദേവശ്രീയുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം സീതാലക്ഷ്മിക്ക് വലിയൊരു സന്തോഷം തന്നെയാണ്. പക്ഷെ അത് നടക്കണമെങ്കിൽ കാലമിനി ഒരുപാട് കുരുക്കൾ നീക്കാനുണ്ട്. അവർക്കറിയാമായിരുന്നു. ശരണ്യ കാറിൻ്റെ ഡോർ അടിച്ച് അകത്തേക്ക് വരുന്ന ചെരുപ്പിൻ്റെ ശബ്ദം പൂമുഖത്ത് കേട്ടു തുടങ്ങിയപ്പോൾ സീതാലക്ഷ്മി പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. മനസ്സിലെ ഭാരം മുഖത്ത് നേലിക്കാതെ അവർ തന്നെ താൻ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ദുബായിലെ ആ കണ്ണഞ്ചിപ്പിക്കുന്ന കെട്ടിട സമുച്ചയങ്ങളിൽ അഗ്നി തീർത്തും ഏകാന്തനായിരുന്നു. ഒരു മാസം നീണ്ട 30 ദിവസങ്ങൾ ഈ പ്രോജക്റ്റ് തീരാതെ തനിക്ക് തിരികെ നാട്ടിലേക്ക് മടങ്ങാനും കഴിയില്ല എന്ന സത്യം ഒരു കനത്ത ഭാരം പോലെ അവൻ്റെ നെഞ്ചിൽ വന്നു വീണു. അഗ്നിയുടെ മുഖത്ത് പടർന്ന അസ്വസ്ഥയും ആവലാതിയും നയനയുടെ കണ്ണുകൾ ഉടക്കി. ഒരു ബിസിനസ് പങ്കാളി എന്നതിനുപരി അവൻ്റെ ഓരോ നിശ്വാസവും അളന്നെടുക്കുകയാണ് അവൾക്ക്. ആ മുഖത്തെ മാറ്റം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടായിരുന്നില്ല. പക്ഷേ ആവലാതിയുടെ കാരണം തന്നോടുള്ള അകൽച്ചയാണോ അതോ നാട്ടിലെ മറ്റാരെങ്കിലും ഓർത്താണോ എന്നറിയാൻ നയനയുടെ ഉള്ളും പുകഞ്ഞുപോയി. അഗ്നി, താൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? ഈ ഒരു മാസം നമ്മൾ ഒന്നിച്ചു നിന്നാൽ ഈ പ്രോജക്റ്റ് ഹിറ്റാകും. അത് കഴിഞ്ഞാൽ നമുക്കൊരു പാർട്ടി തന്നെ വെക്കാം. നയന പതുക്കെ അവൻ്റെ അരികിലേക്ക് വന്ന് മന്ത്രിച്ചു. അവൾക്ക് അവനോട് സംസാരിക്കാനും ആ സാമീപ്യം അനുഭവിക്കാനും അത്രമേൽ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അഗ്നി ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ കണ്ണുകൾ ജനാലക്കപ്പുറത്തെ മണലാരത്തിലേക്ക് നീണ്ടു. അവിടെ വെയിൽ കായുന്ന മണൽത്തരികളിൽ അവൻ മാളവികയുടെ മുഖം തിരിഞ്ഞു. ഒരു മാസം മാളവികയെ കാണാതെ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കും? അവൻ്റെ ഉള്ളം അവളെ കാണാൻ തുടിച്ചുപോയി. മാളവിക ഇതുവരെ അവനോട് സ്നേഹമുണ്ടെന്ന് വാക്കാൽ പറഞ്ഞിട്ടുമില്ല. നോക്കാലും എപ്പോഴും ഒരു പിയ എന്നതിൽ നിലയിൽ ആ അകലം അവൾ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ അവളുടെ ആ കണ്ണുകളിലെ തിളക്കം, താൻ വരുമ്പോൾ അവൾ അറിയാതെ വിരിയുന്ന ആ ചെറിയ ഭാവങ്ങളും അഗ്നിക്ക് തൻ്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതാണ്. ആ ഭാവങ്ങളെല്ലാം ലോകം മുഴുവൻ കീഴടക്കാൻ തക്കവണ്ണം ബിസിനസ് തന്ത്രങ്ങൾ തൻ്റെ കയ്യിലുണ്ടായിരുന്നിട്ടും മാളവികയുടെ മുന്നിൽ താൻ വെറുമൊരു കൊച്ചുകുട്ടിയായി മാറുന്നത് അഗ്നി എപ്പോഴും ഓർക്കാറുണ്ട്. അവളിലുള്ള ആ നിമിഷവും ഓരോന്നും. അഗ്നിയുടെ മുഖത്തെ ആ വിമിഷ്ടം കണ്ട് നയന വീണ്ടും ചോദിച്ചു, എന്താ അഗ്നി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? നാട്ടിലത്ര അർജൻറ്റായിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യാനുണ്ടോ? അഗ്നി പതുക്കെ നയനയെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ഒരു തരം ശൂന്യതയായിരുന്നു അവൻ്റെ മുഖത്ത്. ഒന്നുമില്ല നയന, ഒന്ന് റെസ്റ്റ് എടുത്താൽ ശരിയാകുമെന്ന് തോന്നുന്നു. അവൻ അവിടെ നിന്നും എഴുന്നേറ്റു. കോടികളുടെ ബിസിനസ് കരാറിൽ ഒപ്പിടുമ്പോഴും അഗ്നിയുടെ വിരലുകൾ വിറക്കുന്നുണ്ടായിരുന്നു. അത് പണം നഷ്ടപ്പെടുമെന്ന പേടിക്കൊണ്ടുമൊന്നുമല്ല, മറിച്ച് മാളവികയിൽ നിന്ന് ഈ ഒരു മാസം അകന്നു നിൽക്കേണ്ടി വരുമെന്ന നീറ്റൽ അവൻ്റെ മനസ്സിലുള്ളത് കൊണ്ടായിരുന്നു. നാട്ടിലെ ആ പഴയ ഓഫീസിൽ വൈകുന്നേരത്തെ വെയിൽ ജനാലക്കപ്പുറം ചാഞ്ഞു നിൽക്കുന്നു.
അഗ്നിസാറിൻ്റെ ആ വലിയ ക്യാബിൻ ഇപ്പോഴും ശൂന്യമാണ്. ആ ഒഴിഞ്ഞ കസേരയിലേക്ക് നോക്കുമ്പോൾ മാളവികയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിങ്ങൽ പടർന്നു. ഒരു PA എന്ന നിലയിൽ ഫയലുകൾ അടുക്കി വെക്കുമ്പോഴും അവളുടെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. ഞാൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? വെറുമൊരു മാസത്തേക്കല്ലേ സർ പോയത്? മാളവിക സ്വയം ചോദിച്ചു. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ അവളുടെ മനസ്സ് വീണ്ടും തളർന്നു. തനിക്ക് അദ്ദേഹത്തോട് അത്രമാത്രം എന്തടുപ്പമാണുള്ളത്? എന്തിനാണ് തൻ്റെ മനസ്സ് ഇപ്പോഴും അയാളെക്കുറിച്ച് തന്നെ ഓർക്കുന്നത്? ഒരു ബോസും സ്റ്റാഫും തമ്മിലുള്ള ബന്ധത്തിനപ്പുറം മറ്റെന്തോ ഒന്ന് തൻ്റെ ഉള്ളിൽ വളർന്നിട്ടുണ്ടോ? അവൾ സ്വയം ചോദിച്ചു. ആ ക്യാബിലേക്ക് നോക്കുമ്പോൾ അനുഭവപ്പെടുന്ന ആ ശൂന്യത അവളുടെ കണ്ണ് പതിയെ നനച്ചു, അവൾ അറിയാതെ. അതേസമയം ഓഫീസിലെ മറ്റു സ്റ്റാഫുകൾക്കിടയിൽ വലിയ ആഘോഷമായിരുന്നു. അഗ്നിസാർ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും സൊറ പറഞ്ഞിരിക്കുന്ന നിമിഷമായിരുന്നു അത്. ഡി മാളു, നീ എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിക്കുന്നത്? സാർ പോയത് നന്നായി. ഈ ഒരു മാസമെങ്കിലും നമുക്ക് സമാധാനമായിരിക്കാമല്ലോ, ഒരു സഹപ്രവർത്തക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റൊരു സ്റ്റാഫ് ഇടയ്ക്ക് കയറി പറഞ്ഞു. അതെ അതെ, സാർ ഇപ്പോൾ ദുബായിൽ ആ നയന മാഡത്തിൻ്റെ കൂടെ എൻജോയ് ചെയ്യുകയായിരിക്കും. കോടികളുടെ പ്രോജക്റ്റും കൂടെ തൻ്റെ സുന്ദരിയായ ഗേൾഫ്രണ്ടും. സാറിന് ഈ ഒരു മാസം അത് പോരെ? ആ വാക്കുകൾ കേട്ടപ്പോൾ മാളവികയുടെ ഉള്ളിൽ ഒരു സൂചി തറച്ചു കുത്തിയതുപോലെ വേദനിച്ചു പോയി. അഗ്നിസാറും നയനയും അവർ തമ്മിൽ അത്രയേറെ അടുത്തോ? ആ ചിന്ത അവളുടെ ശ്വാസം മുട്ടിച്ചു. പക്ഷെ ആ നിമിഷം കണ്ണു തുടച്ച് അവൾ തൻ്റെ വികാരങ്ങളെ അടക്കി പിടിച്ചു. തൻ്റെ ജോലിയിൽ ഒരു വീഴ്ചയും വരാൻ പാടില്ല. അവൾ വീണ്ടും ഫയലിലേക്ക് മുഴുകിപ്പോയി. ദുബായിലെ ആഡംബര ഹോട്ടൽ മുറിയുടെ ജനാലക്കൽ ആകാശത്തെ നോക്കി നിൽക്കുമ്പോഴും അഗ്നിയുടെ ഉള്ളിൽ പ്രാണൻ പിടയുകയായിരുന്നു. കയ്യിലിരുന്ന ഫോണിലേക്ക് അവൻ നോക്കി മനസ്സ് മന്ത്രിച്ചു. ഒന്ന് വിളിച്ചാലോ? അവളുടെ ശബ്ദം ഒന്ന് കേട്ടാൽ ഈ പിടച്ചിൽ നിന്ന് മാറിക്കിട്ടും. ഒടുവിൽ കെട്ടവൻ വിരലുകൾ ചലിപ്പിച്ചു. റിങ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ അവൻ്റെ ഹൃദയം പടപട എന്ന് മിടിച്ചുപോയി. അപ്പുറത്ത് ഫയലുകൾക്കിടയിൽ തളർന്നിരുന്ന മാളവിക തൻ്റെ ഫോൺ സ്ക്രീനിൽ അഗ്നിസാർ എന്ന തെളിയുന്നത് കണ്ടതും ഒന്ന് ഞെട്ടി. പരിഭ്രമത്തോടെ അവൾ ഫോൺ എടുത്തു. ഹലോ സാർ. അവളുടെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. ആ വിളി കേട്ടതും അഗ്നിയുടെ ഉള്ളിൽ ഒരു കുളിർമഴ പെയ്തതുപോലെ തോന്നി. സത്യത്തിൽ അവളുടെ ആ ശബ്ദം കേൾക്കാൻ മാത്രമാണ് അവൻ വിളിച്ചതും. ആ മാളവിക, താൻ തിരക്കിലാണോ? അഗ്നി ശബ്ദത്തിൽ ഗൗരവം വരുത്താൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല സർ, ഓഫീസിലെ ആ പുതിയ പ്രോജക്റ്റിലെ ഫയലുകൾ നോക്കുകയായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ സാർ? അഗ്നി ഒന്ന് ദീർഘശ്വാസം വിട്ടു. അത് പിന്നെ നമ്മുടെ ആ കൊച്ചിൽ പ്രോജക്റ്റ് സൈറ്റ് മാപ്പ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് അയച്ചു തരണമെന്ന് പറയാനാണ് ഞാൻ വിളിച്ചത്. പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ സ്റ്റാഫ് റിപ്പോർട്ടും കൂടി ഒന്ന് അയച്ചു തന്നേക്ക്. അഗ്നി ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ മാളവിക കൃത്യമായി മറുപടി നൽകി. ഓരോ പ്രൊജക്റ്റിനെയും അവൾ വിശദീകരിച്ചു കൊടുക്കുമ്പോഴും അഗ്നിയുടെ ശ്രദ്ധ ആ കാര്യങ്ങളിലൊന്നുമല്ല. അവളുടെ ഓരോ വാക്കിലും ഒളിഞ്ഞിരിക്കുന്ന ശ്വാസ താളം അവൻ കൊതിയോടെ കേട്ടുനിന്നു. മറുഭാഗത്ത് അവൻ്റെ ശബ്ദമൊന്നും കേൾക്കാത്തപ്പോൾ, സർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മാളവിക സംശയത്തോടെ ചോദിച്ചു. ആ, കേൾക്കുന്നുണ്ട് മാളവിക. അവിടെ എല്ലാവർക്കും സുഖമാണോ? തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അവൻ അറിയാതെ ചോദിച്ചു പോയി. ആ ചോദ്യം കേട്ടപ്പോൾ മാളവികയുടെ ഉള്ളിൽ ഒരു മിന്നൽ പിണർ പാഞ്ഞു. എന്നെക്കുറിച്ച് അദ്ദേഹം ഇത്രയധികം ആകുലപ്പെടുന്നത് എന്തുകൊണ്ട്? അവൾ വിചാരിച്ചു. സുഖമാണ് സർ, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. സാർ അവിടെ പ്രോജക്റ്റ് തിരക്കിലല്ലേ? ഭക്ഷണമൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം കേട്ടോ. വളരെ പതുക്കെയാണ് അവളത് പറഞ്ഞത്. ഒരു നിമിഷം രണ്ടുപേരും മിണ്ടാതെ നിന്നു. ഫോണിൻ്റെ രണ്ടറ്റത്തായി ഇരുന്നു കൊണ്ട് അവർ പരസ്പരം ഹൃദയമിടിപ്പ് കേൾക്കുന്നത് പോലെ തോന്നി. ശരി മാളവിക, ആ റിപ്പോർട്ടുകൾ എനിക്ക് മെയിൽ ചെയ്തേക്ക്, ഞാൻ വെക്കുകയാ. ഫോൺ കട്ട് ചെയ്ത ശേഷം അഗ്നി കട്ടിലേക്ക് തളർന്നിരുന്നു. ആ ശബ്ദമൊന്ന് കേട്ടപ്പോൾ കിട്ടിയ ആശ്വാസം വാക്കുകൾക്ക് അപ്പുറമായിരുന്നു അവനിൽ. അപ്പുറത്ത് മാളവിക നെഞ്ചിൽ കൈവച്ച് ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ വിളിക്കുമ്പോൾ എന്തിനാ എൻ്റെ ഉള്ളം ഇങ്ങനെ പിടക്കുന്നത്? അവൾ എപ്പോഴും അറിയില്ല സ്നേഹം അവളുടെ ഉള്ളിൽ പടർന്നു പന്തലിച്ച് തുടങ്ങിയെന്ന്.